ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഉരുളൻകിഴങ്ങും മുട്ടയും വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാണ്ട് വെച്ചത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം. നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്നും കൂടി നീളത്തിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ജസ്റ്റ് നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ജസ്റ്റ് ഒരു തരി പോലെ അതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഉരുളൻകിഴങ്ങും കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് ജസ്റ്റ് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളമൊന്നും ഇടയിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വിട്ട് വരും ഈ രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 എഗ്ഗാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയും കഴിഞ്ഞിട്ടത് മിക്സ് ചെയ്യാം. വേറെ വെള്ളമൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ രീതിയിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ഇട്ട് കൊടുത്ത അപ്പം തന്നെ ഇത് എനിക്ക് കൊടുക്കേണ്ട. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് എനിക്ക് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പോവും. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വിധത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് കാണാനൊരു ഉള്ളി ബജിലൊക്കെ പോലെ ഉണ്ടെങ്കിലും അതിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ എഗ്ഗും ഉരുളൻകിഴങ്ങും അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗും ഉരുളൻകിഴങ്ങും വെച്ചുള്ള സ്നാക്കെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി ചൂട് ചായക്കൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്